പ്രേക്ഷകർക്ക് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം നോക്കുന്നത് നിങ്ങൾ ഇഷ്ട വ്യക്തിയെ ഓർത്ത് തന്നിരിക്കുന്ന 3 ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എപ്പോൾ സാധിക്കുമെന്നതിനെക്കുറിച്ച് പറയാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഒന്നാമത്തെ ഫയലായിട്ടുള്ള ചന്ദനം തിരഞ്ഞെടുത്ത ഒരു റീഡിംഗാണ് നോക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും വളരെ പവിത്രമായ ആഗ്രഹങ്ങളാണ്, വളരെ മൂല്യവത്തായ ആഗ്രഹങ്ങളാണ്. ആഗ്രഹിക്കുന്നതിനുള്ള അവകാശവും ആഗ്രഹം സഫലീകരിക്കുന്നതിനുള്ള മൂല്യവും നിങ്ങൾക്കുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് തരത്തിലുള്ള കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ മൂല്യം മറ്റുള്ളവരെ അംഗീകരിക്കുകയും ജീവിതത്തിലുടനീളം കീർത്തി കേൾക്കുകയും ചെയ്യും. കൃത്യമായി കഴിവും പ്രാപ്തിയും ഈശ്വരൻ നൽകിയിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും സ്വഭാവം കൊണ്ടോ ധനം കൊണ്ടോ മൂല്യങ്ങൾ കൊണ്ടോ ഉയർന്നു നിൽക്കുന്ന ആളുകളുമാണ് നിങ്ങൾ എത്ര സാധാരണ കുടുംബത്തിൽ ജനിച്ചാലും എത്ര ഉന്നത കുലത്തിൽ ജനിച്ചാലും നിങ്ങൾക്കെപ്പോഴും അടിസ്ഥാനപരമായൊരു മൂല്യം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. വളഞ്ഞ വഴിയിലൂടെ എന്തെങ്കിലും നേടുവാനോ എന്തെങ്കിലും നേട്ടം വരിക്കാനോ നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ധാരാളം മൂല്യങ്ങൾ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുകയും അത് മൂല്യവത്താക്കുകയും ചെയ്യും. ജീവൻ വെടിഞ്ഞാൽ പോലും പറഞ്ഞ വാക്ക് പാലിക്കാൻ പ്രതിജ്ഞാബദ്ധവുമാണ് നിങ്ങൾ. നിങ്ങളുടെ മൂല്യം എല്ലാവരും അംഗീകരിക്കും. നിങ്ങൾക്ക് ജീവിതത്തിലും സമൂഹത്തിലും നേതൃസ്ഥാനങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരുടേതുപോലെയുള്ള ചെറിയ കാൽപ്പനികമായ ആഗ്രഹങ്ങളായിരിക്കില്ല. അത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മൂല്യവത്തായ ആഗ്രഹങ്ങൾ കാണാനും അത് നടപ്പിലാക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കും. സമൂഹത്തിലെ ചെളിക്കുത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിലെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് എപ്പോഴും മാറി നിന്ന് മാന്യത കൽപ്പിക്കുന്നവരാണ് നിങ്ങൾ. എല്ലാവരോടും സൗമ്യഭാവത്തോടെ പെരുമാറുമെങ്കിലും അനീതിക്കെതിരെ കൃത്യമായ നിലപാടെടുത്ത് പോകുന്നതിനും നിങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് പോകുവാനുള്ള ശേഷി നിങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ്. ഒരിക്കലും ഒരു ഷോർട്ട് കട്ട്, ഒരു വളഞ്ഞ വഴിയിലൂടെ എന്ത് ലഭിക്കുമെന്ന് പറഞ്ഞാലും അതിൻ്റെ പുറകെ പോകാത്തവരാണ് നിങ്ങൾ. കൃത്യമായ നിലപാടും കൃത്യമായ നിഗമനങ്ങളും നിങ്ങളെപ്പോഴും കാത്തു സൂക്ഷിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യും. ഏത് ഇരുട്ടിൽ പോലും നിങ്ങൾ ഏത് മൂല്യത്തിനെയാണോ മുറുകെ പിടിക്കുന്നത് ആ മൂല്യത്തിനെ മുറുകെ പിടിക്കാൻ പ്രാപ്തരുമാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിഭിന്നമായിരിക്കും. ചെറിയ കാൽപ്പനികത നിറഞ്ഞ ആഗ്രഹങ്ങളല്ല നിങ്ങൾക്കുള്ളത്. ലോകത്തെ മുഴുവനും ഒരു കുടക്കീഴിൽ കാണുവാനും ലോകരായിട്ടുള്ള ആളുകളെ എല്ലാവരിലും ഉൾക്കൊണ്ടുകൊണ്ടുള്ള മൂല്യവത്തായ ആഗ്രഹങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാകുക. മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാത്തവരാണെന്ന് പുറമോടിയിൽ തോന്നുമെങ്കിലും നിങ്ങൾ കൃത്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ കാരുണ്യം കാണിക്കുന്നവരാണ്. അനാവശ്യമായി സംസാരിക്കുകയോ അനാവശ്യമായ ഓഫറുകൾ നൽകുകയോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അനാവശ്യമായ വാക്കുകൾ സംസാരിക്കുന്നതിനോ നുണകൾ പറയുന്നതിനോ ഒന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മാന്യമായി ജീവിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ചെറിയ ഗുണം കിട്ടുമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിറകെ പോകുന്നവരല്ല നിങ്ങൾ. സർഗ്ഗഭാവനയും തീക്ഷ്ണബുദ്ധിയും തീക്ഷ്ണമായ ഗ്രഹണശേഷിയൊക്കെ ഉള്ള ആളുകളാണ്. ജീവിതത്തെ ചെറിയ ഒരു ഫ്രെയിമിൽ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒരു ചെറിയ ഫ്രെയിമിലുള്ള ആഗ്രഹങ്ങളല്ലായിരിക്കും. വളരെ മൂല്യവത്തായ, ഒരുപക്ഷെ കടൽ കടന്ന് പോകുന്ന അല്ലെങ്കിൽ എപ്പോഴും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആഗ്രഹങ്ങളായിരിക്കും നിങ്ങൾ മനസ്സിൽ കാണുന്നത്. എപ്പോഴും ഉയർന്ന ചിന്തയും ദീർഘവീക്ഷണവും നിങ്ങൾ കാണിക്കും. ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്നുള്ള ചിന്ത നിങ്ങൾക്കില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും സാധിക്കും. ഈശ്വരാധീനവും മനസ്സിലെ ശുദ്ധതയും നിങ്ങളുടെ മനസ്സിലിപ്പോൾ തോന്നുന്ന ആഗ്രഹങ്ങൾ ഈശ്വരൻ സാധിച്ചു നൽകും. കാരണം വ്യത്യസ്തമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ. അത് നിങ്ങളെ അറിയാവുന്നവർക്കറിയാം. ചെറിയ കാൽപ്പനിക ആഗ്രഹങ്ങളല്ല. ജീവിതത്തെ അറിവിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും അതിലധിഷ്ഠിതമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ്.
സമൂഹത്തോട് മൊത്തമുള്ള പ്രതിബദ്ധത നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർഗ്ഗഭാവനയിൽ അധിഷ്ഠിതമായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. അടുത്തായിട്ട് രണ്ടാമത്തെ പൈലായ കുങ്കുമം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ്. കുങ്കുമം തിരഞ്ഞെടുത്ത വ്യക്തികളെ സംബന്ധിച്ച് അവർ കാൽപ്പനികതയെ ഇഷ്ടപ്പെടുന്നവരാണ്. ജീവിതത്തിൽ ഒരു ഫാൻറ്റസി ലോകത്ത് ജീവിക്കുന്നവരാണ്. ആഗ്രഹങ്ങളും അപക്വമായിരിക്കും. നിങ്ങൾ പക്വതയില്ലാത്തവർ എന്നൊരിക്കലും പറയുന്നില്ല. നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. പലപ്പോഴും വലിയ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും ചിരിക്കാൻ കഴിയുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാനും കഴിയുള്ളൂ. കാരണം വലിയ ദുഃഖങ്ങൾക്കിടയിൽ പോലും ചിരിക്കാൻ കഴിവുള്ള ഭാഗ്യം സിദ്ധിച്ച വ്യക്തികളാണ് നിങ്ങൾ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുന്നത് നിങ്ങളുടെ ഈ പക്വതയില്ലായ്മയാണ്. അതിനെ പക്വതയില്ലായ്മ എന്ന് വിളിക്കാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ പക്വതയില്ലായ്മ അല്ല അത്. അതൊരു തരം ജീവിതത്തെ യാഥാർത്ഥ്യബോധത്തോടെ കാണുന്ന, അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ മറ്റൊരു തലത്തിൽ കാണുന്ന ഒരു സ്വഭാവം തന്നെയാണ്. ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ചെറിയ ചെറിയ പിണക്കങ്ങളും ചെറിയ ചെറിയ സ്വപ്നങ്ങളും പ്രണയങ്ങളും നിങ്ങളിലുണ്ട്. കാര്യമായ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലെങ്കിലും ലോകത്തിൻ്റെ മുമ്പിൽ ചിരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സ്നേഹം, പ്രണയം, ചെറിയ ചെറിയ പിടിവാശികൾ, ചെറിയ ചെറിയ തിരസ്കാരങ്ങൾ, ചെറിയ ചെറിയ അംഗീകാരങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. എപ്പോഴും കർമ്മനിരതയായിട്ട് കാണപ്പെടും. വലിയ ചിന്തകൾ നിങ്ങൾക്കൊരിക്കലും ഇല്ല. വലിയ സ്വപ്നങ്ങളോ വലിയ ചിന്തകളോ കാണാനോ വലിയ സ്വപ്നങ്ങളോ ചിന്തകൾക്ക് പുറകെ പോകാനോ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളെപ്പോഴും കാൽപ്പനികമായൊരു ലോകത്താണ്. നിങ്ങൾ സ്നേഹിക്കുന്നവർ എപ്പോഴും നിങ്ങളുടെ അടുത്ത് വേണമെന്ന് നിങ്ങൾ പിടിവാശി പിടിക്കുന്നു. എപ്പോഴും അവരെ കണ്ടേ തീരൂ എന്നാണ് നിങ്ങൾ പറയുന്നത്. പലപ്പോഴും നാളെ എന്തെന്നുള്ള ചിന്ത പലപ്പോഴും ഇല്ല. പ്രണയമാണ്, കമ്മിറ്റ്മെൻറ്റാണ്. വ്യക്തിബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നിങ്ങളാണ്. ലോകം ഇടിഞ്ഞു വീണാലും എനിക്ക് എൻ്റെ വ്യക്തി മതി എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചു കാണും. കണ്ണടച്ചുള്ള പ്രണയവും കണ്ണടച്ചുള്ള അംഗീകാരങ്ങളും കണ്ണടച്ച് വിശ്വസിക്കലും ഒക്കെ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആരെയും കണ്ണടച്ചെപ്പോഴും വിശ്വസിച്ചു പോകുന്ന ഒരു കൂട്ടർ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പുറമേ കണ്ട് വിലയിരുത്തുകയും പുറമേ കണ്ട് മനസ്സിലാക്കുകയും പുറമേ കണ്ട് ധാരണപ്പെടുകയും ചെയ്യുന്നവരാണ്. ഒരാളെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ പുറമേ കണ്ട മുഖതാവിലെ ആ ആളെ വിലയിരുത്തുകയും ആ ആൾ അങ്ങനെയാണെന്ന് കരുതുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ വാക്കുകൾക്കുള്ളിലോ മനസ്സുകൾക്കുള്ളിലോ ഒക്കെ ചെന്ന് ബുദ്ധിപരമായൊരു ചിന്ത പലപ്പോഴും നിങ്ങൾക്കുണ്ടാവാറില്ല. നിഷ്കളങ്കത നിങ്ങളുടെ ഒരു പ്രതീകമാണ്. നിഷ്കളങ്കതയുടെ പര്യായമാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി അതിലുണ്ടാകില്ല. കാരണം എപ്പോഴും നിഷ്കളങ്കമായൊരു തീരുമാനം, നിഷ്കളങ്കമായ ചേഷ്ടകൾ, നിഷ്കളങ്കമായ സ്നേഹം, നിഷ്കളങ്കമായ അഭിപ്രായങ്ങൾ ഒക്കെ നിങ്ങൾ സ്വീകരിക്കും. പെട്ടെന്ന് വഴക്കിടുകയും പെട്ടെന്ന് സ്നേഹിക്കുകയൊക്കെ ചെയ്യും. എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. പെട്ടെന്നുള്ള സ്നേഹപ്രകടനങ്ങളും പെട്ടെന്നുള്ള വൈകാരിക പ്രകടനങ്ങളൊക്കെ നിങ്ങളുടെ പ്രത്യേകതയാണ്. നിങ്ങളാക്കിയത് ഒരുപക്ഷെ ആ സ്വഭാവ സവിശേഷതകൾ തന്നെയാണ്. വലിയ ദുഃഖങ്ങൾക്കിടയിലും ചിരിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. മറ്റുള്ളവർ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ മറന്നുപോകും. കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ സന്തോഷിക്കണമെങ്കിൽ എനിക്ക് അത്ര വലുതെന്തെങ്കിലും നേടണമെന്ന് വിചാരിക്കുന്നവർ, അല്ലെങ്കിൽ നേടിയതിൽ സംതൃപ്തി ഇല്ലാത്തവർ, അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയില്ല. ഒന്ന് കഴിയുമ്പോൾ മറ്റൊരു നേട്ടത്തിന് വേണ്ടി പോകുന്നു. അതായത് ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് വിഭിന്നമാണ്. കാരണം നിങ്ങൾ ഓരോ ജീവിതഘട്ടത്തിലും സന്തോഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഓരോന്നിലും സന്തോഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നു. കുങ്കുമം എന്ന് പറയുന്ന ആ ഒരു പൈല് പ്രണയത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെയും പര്യായമാണ്. ജീവിതത്തിൽ അങ്ങോട്ട് ജീവിച്ചു പോവുക. ഈശ്വരൻ നിങ്ങളെ കൃത്യമായി സഹായിക്കും. കാരണം നിങ്ങൾക്ക് വലിയ ധാരണ ഒന്നും പല കാര്യത്തിലുമില്ല. പക്ഷേ ആളുകൾ വിചാരിക്കും നിങ്ങളിപ്പോൾ പരാജയപ്പെടും. ഒരു ധാരണയും ഇല്ലാത്ത ആ വ്യക്തി ഇന്ന കാര്യത്തിൽ പരാജയപ്പെടും, ഇന്ന കാര്യത്തിൽ പരാജയപ്പെടും എന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല. ജീവിതം അതിൻ്റെ എല്ലാ കറങ്ങിത്തിരിക്കൽ കഴിയുമ്പോഴും വെല്ലുവിളികൾ കഴിയുമ്പോഴും നിങ്ങൾ ചിരിച്ചുകൊണ്ടേയിരിക്കും. വ്യക്തി സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും പര്യായമായിട്ട് നിങ്ങൾ മാറും. വിവാഹം, പ്രണയം, എൻഗേജ്മെൻറ്റ്, കുഞ്ഞ്, അമ്മ, മാതൃത്വം, അതിൻ്റെയൊക്കെ അടയാളങ്ങളും സ്നേഹങ്ങളും ഒന്നും ലഭിക്കാതെ മറ്റൊരാളെ സ്നേഹിക്കുക, അതിൻ്റെയൊക്കെ അർത്ഥങ്ങളുമായിട്ട് നിങ്ങൾ മാറുകയാണ്.
നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കും. കാരണം അതിന് അടിസ്ഥാനം എന്തെന്നോ അതിന് അവസ്ഥ എന്തെന്നോ അതിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഈശ്വരന്മാർ അത് സാധിച്ച് നൽകും. അടുത്തതായിട്ട് മൂന്നാമത്തെ പൈലായ മഞ്ഞളിലേക്ക് പോകാം. മഞ്ഞൾ കാണുന്നതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് മഞ്ഞളിന് ഒരുപാട് ശക്തിയുണ്ട്. നിശബ്ദമായ അറിവും നിശബ്ദമായ കഴിവും നിശബ്ദമായ സംരക്ഷകനോ സംരക്ഷകയൊക്കെയാണ് മഞ്ഞൾ. അത് കണ്ടതിലും കൂടുതൽ നമുക്ക് കാണിച്ചു തരികയും അറിഞ്ഞതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതുമായ വ്യക്തിത്വങ്ങളാണ് അവർ. നിശബ്ദമായി നിന്നാലും അവർ വാചാലരായിരിക്കും. അവർ വാചാലരായിട്ട് നിൽക്കുമ്പോഴും നിശബ്ദമായൊരു മനസ്സ് അവരിലുണ്ടാവും. സംരക്ഷകരാണ്, കഴിവുള്ളവരാണ്, സംരക്ഷിക്കാൻ കഴിവുള്ളവരാണ്. നിഗൂഢമായ പല രഹസ്യങ്ങളും നിഗൂഢമായ പല സത്യങ്ങളിലും അവർ ഒളിച്ചിരിപ്പുണ്ട്. അവരുടെ കഴിവ് ചെറുതായി കാണണ്ട. അവർക്ക് ദിവ്യമായ അനുഗ്രഹങ്ങൾ ലഭിക്കും. ആ വ്യക്തികൾ ഉള്ളിടത്ത് ഐശ്വര്യവും സംരക്ഷണവും വരും. എന്തിനേയും ചെറുത്ത് തോൽപ്പിക്കാനും എന്തിൽ നിന്നും വിമുക്തി നേടാനും എല്ലാ ബാധകളിൽ നിന്നും ഒഴിവാക്കുവാനും അതിന് കഴിവുണ്ട്. അത് കണ്ടതിലും അപ്പുറമാണ്. ഏറ്റവും വലിയ ശക്തിയും മനോഹാരിതയും അത് സമ്മാനിക്കുന്നു. സ്ഥിരമായി താൽക്കാലികമായ കാര്യങ്ങളല്ല, കാൽപ്പനികതയല്ല, ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ ഒരു സംരക്ഷകനോ സംരക്ഷകയോ ഒക്കെ ആയിട്ട് അവർ മാറും. നിങ്ങൾ മാറും. നിങ്ങൾക്ക് എല്ലാത്തിനും കഴിവുള്ളവരുമാണ് നിങ്ങൾ. നിസ്തുലമായ കഴിവുകൾ, നിസ്തുലമായ സംഭാവനകൾ ഈ സമൂഹത്തിന് നൽകാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ നിങ്ങളുടെ സഹായം വാങ്ങിക്കും. നിങ്ങളുടെ വാക്ക് വിശ്വസിക്കുന്നവർ, നിങ്ങളുടെ പ്രവൃത്തി വിശ്വസിക്കുന്നവർ ഏറ്റവും വലിയ സംരക്ഷണത്തിൻ്റെ കവചത്തിന് പാത്രമാകും. പറഞ്ഞ വാക്ക് പാലിക്കുകയും പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ നൽകുവാനും നിങ്ങൾക്ക് ശേഷിയുണ്ട്. ഈശ്വരൻ യഥാർത്ഥത്തിൽ കൃത്യമായി അനുഗ്രഹിച്ചവർ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ സ്വപ്നങ്ങൾ കാൽപ്പനികമായിരിക്കില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ അനാവശ്യമായിരിക്കില്ല. കാണേണ്ടത് മാത്രമേ കാണുകയുള്ളൂ. ലഭിക്കേണ്ടത് മാത്രമേ നിങ്ങൾ മോഹിക്കുകയുള്ളൂ. അനർഹമായ ഒന്നും മോഹിക്കുകയോ നിലനിൽക്കാത്ത ഒന്നിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കപ്പെടുകയോ ചെയ്യില്ല. എന്തൊക്കെയാണോ ജീവിതത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ സത്യം അത് മനസ്സിലാക്കി അത് നേടുവാനായിട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. അനാവശ്യമായ ഒന്നും നിങ്ങൾ സ്വീകരിക്കുകയോ അനാവശ്യമായ ഒന്നിനു പുറകെ പോവുകയോ ചെയ്യുകയില്ല. നിങ്ങൾ യാഥാർത്ഥ്യവും സത്യവും യഥാർത്ഥ വസ്തുതയും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടി നിലകൊള്ളുന്നവരുമാണ്. ഒരിക്കൽ പോലും ഒരു വെറും വാക്കോ ഒരു വെറും പ്രവൃത്തിയോ നിങ്ങളിൽ ഉണ്ടാകുകയുമില്ല. അതിനുവേണ്ടി ന്യായീകരിക്കുകയുമില്ല. നിങ്ങൾ ആർക്കു വേണ്ടി ന്യായീകരിക്കുന്നുവോ, നിങ്ങൾ ആർക്കു വേണ്ടി നിലകൊള്ളുന്നുവോ അവർ ഭാഗ്യവാന്മാരോ ഭാഗ്യവതികളോ ആയിരിക്കും. മാത്രമല്ല അവർ സത്യമുള്ളവരുമായിരിക്കും. യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണവും ദൂരക്കാഴ്ചയും ഈശ്വരൻ നൽകിയവരാണ് നിങ്ങൾ യഥാർത്ഥ വസ്തുതകളെ അറിയുകയും യഥാർത്ഥ വസ്തുക്കൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ആവശ്യമാണ്. ഏറ്റവും നേർദിശയിലുള്ള ആളുകളെ എന്ന് മാത്രമേ നിങ്ങളെ വിളിക്കാൻ കഴിയുള്ളൂ. നിങ്ങളെ മനസ്സിലാക്കുന്നവരും നിങ്ങൾ എവിടെ ഇരിക്കുന്നുവോ അവിടെ സമൃദ്ധിയും ഉണ്ടാകും. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതിന് ചില പൊള്ളത്തരങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ ഒരുപക്ഷെ അഹങ്കാരമായിട്ടോ അത്യാഗ്രഹമായിട്ടൊക്കെ കൂട്ടാൻ കഴിയും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാകില്ല. അത്യാഗ്രഹങ്ങൾ നിങ്ങളുടെ നിഘണ്ടുവിലേ ഉണ്ടാകില്ല. നിങ്ങൾ ഒരുപക്ഷെ പക്വമായ തീരുമാനങ്ങളായിരിക്കും ഓരോന്നിലും സ്വീകരിക്കുക. പക്വമായ തീരുമാനങ്ങളും പക്വമായ നിലപാടുകളും നിങ്ങളിൽ നിന്ന് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ലോകം അംഗീകരിക്കുന്നവരും ലോകത്തിന് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്നവരും നിങ്ങളാണ്. അനാവശ്യമായ ചിന്തകളോ സ്വപ്നങ്ങളോ ആവശ്യമില്ലാത്തൊരു വാക്ക് പോലും പറയാൻ നിങ്ങൾ തയ്യാറാകില്ല. ഉള്ളത് ഒരിക്കലും നിങ്ങൾ കാണിക്കില്ല, അഹങ്കരിക്കില്ല. എനിക്ക് ഇന്നത് കഴിയും, എനിക്ക് മറ്റേത് കഴിയും, മറിച്ചത് കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ നൽകുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നിങ്ങളൊരിക്കലും അത്തരത്തിലുള്ള ആളുകളല്ല. നിങ്ങൾ അനാവശ്യമായ വാഗ്ദാനങ്ങൾ മറ്റുള്ളവർക്ക് നൽകുകയോ അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യുന്നവരല്ല. എല്ലാത്തിനെയും അതിൻ്റെ യഥാർത്ഥ വസ്തുതയോടെ കാണാൻ കഴിയുന്ന, യഥാർത്ഥ മനോഹാരിതയോടെ ദർശിക്കാൻ കഴിയുന്ന ആളുകളാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഏറ്റവും നല്ല ആഗ്രഹങ്ങളായിരിക്കും. ഒരുപക്ഷെ ഒരാൾക്ക് നേർവഴിയിലാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പിന്തുടരാം. അത്തരത്തിൽ നല്ല ആഗ്രഹങ്ങളാണ്. നിങ്ങളുടെ സ്നേഹം ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അവർ വലിയ ഭാഗ്യവാന്മാരോ ഭാഗ്യവതികളോ ആയിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും. കാരണം സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കുന്നവരാണ് നിങ്ങൾ. പറഞ്ഞ വാക്ക് പാലിക്കുന്നവരുമാണ്.
ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്യത്തെ മുറുകെ പിടിക്കുന്നവരാണ്. നിങ്ങളുടെ കഴിവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ കഴിവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്കൊപ്പം ആർക്കും എത്താൻ കഴിയില്ലായിരുന്നു. പക്ഷെ നിങ്ങളൊരു മത്സരബുദ്ധിയുള്ള ഒരു വ്യക്തിയല്ല, എന്തും വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുമല്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ ആവശ്യമാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.